നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം. ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ഒമാൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. സെപ്റ്റംബർ 11 അവധി. മന്ത്രാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അവധി നൽകണമെന്ന് ഒമാൻ ഭരണകൂടം അറിയിച്ചു. ദുബായിൽ വൻ മയക്കുമരുന്നുവേട്ട. അന്താരാഷ്ട്ര സംഘം പിടിയിൽ. ദുബായ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ 7 പേരെ ദുബായ് പോലീസ് പിടികൂടി. 40 കോടി ദിർഹം, ഏകദേശം 800 കോടി രൂപ വില വരുന്ന ഹെറോയിനാണ് പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സംഘം മയക്കുമരുന്ന് കടത്താനായി ഉപയോഗിച്ചിരുന്നത് ഡ്രോണുകളാണ്. മയക്കുമരുന്ന് ഡ്രോണുകളിൽ കെട്ടിവെച്ച് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് വാഹനങ്ങളിൽ കടത്തുകയായിരുന്നു. ഗാസയിലേക്ക് സഹായവുമായി UAEയുടെ 9ാമത്തെ കപ്പൽ പുറപ്പെട്ടു. അബുദാബി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരം ഗാസയിലേക്ക് 9ാമത്തെ സഹായ കപ്പൽ പുറപ്പെട്ടു. ഭക്ഷണവും മരുന്നുകളും ഉൾപ്പെടെയുള്ള ആവശ്യ വസ്തുക്കളാണ് കപ്പലിലുള്ളത്. UAE റെഡ് ക്രസന്റ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് സഹായം എത്തിക്കുന്നത്. AI സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ട്രാഫിക് ലൈറ്റുകൾ അബുദാബിയിൽ. അബുദാബി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് അബുദാബിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചു. വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സ്വയം നിയന്ത്രിക്കുന്നതാണ് ഈ സിഗ്നൽ സംവിധാനം. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.